ലോകത്ത് നിലവിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമേതെന്ന് ചോദിച്ചാൽ അതിന് ഒരുത്തരമേ ഉണ്ടാകൂ. അതാണ് ചൈന. അത്തരത്തിലുള്ള ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ നോക്കുകുത്തികളാക്കി മാറ്റിയ ചൈനയിലെ ചില മെഗാ പ്രൊജക്ടുകളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചോങ്ചിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ചോങ്ചിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം 12 ലക്ഷത്തിലധികം സ്ക്വയർ മീറ്ററിലാണ് ഇത് പരന്നു കിടക്കുന്നത്. അതായത് 170 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒന്നിച്ചു വച്ചാലുള്ള അത്രയും വലിപ്പം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷന്റെ ഏകദേശം 250 മുതൽ 300 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ചൈനയിലെ ഈ ഒരൊറ്റ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിന്. ഇതിന്റെ ഉള്ളിൽ ഭൂമിക്ക് മുകളിലും താഴെയുമായി 8 നിലകളാണുള്ളത്. ബുള്ളറ്റ് ട്രെയിനുകൾ, മെട്രോ ലൈനുകൾ, വലിയ ഷോപ്പിംഗ് ഏരിയകൾ, ഓഫീസുകൾ, ഹോട്ടലുകൾ എല്ലാം ഒരൊറ്റ കെട്ടിടത്തിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. തിരക്കേറിയ സമയങ്ങളിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് മാത്രം 16,000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഇതിന് ശേഷിയുണ്ട്. ചൈനയിലെ ചോങ്ചിങ് നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2018 ഈ സ്റ്റേഷന്റെ പ്ലാനിംഗ് ഔദ്യോഗികമായി തുടങ്ങുകയും ആ വർഷം നവംബർ 22 തന്നെ ഇതിന്റെ പണി ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. 2022 മേയിൽ ഇതിന്റെ ഫൈനൽ ഡിസൈൻ ബ്ലൂ പ്രിന്റ് കിട്ടിയതു മുതൽ ഉദ്ഘാടനം ചെയ്യുന്നതുവരെയുള്ള മെയിൻ പണി തീർക്കാൻ അവർക്ക് വേണ്ടി വന്നത് വെറും 38 മാസങ്ങൾ മാത്രമാണ്. അങ്ങനെ 2025 ജൂൺ 27 ഈ സ്റ്റേഷൻ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. പണി പൂർത്തിയായ ഈ സ്റ്റേഷനിൽ ഇപ്പോൾ 15 പ്ലാറ്റ്ഫോമുകളും 29 ട്രാക്കുകളുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷൻ പണിയാൻ എത്ര കാലം വേണ്ടിവരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കമന്റ് ചെയ്യാൻ മറക്കരുത്. യാർലങ് സാങ്പോ മെഗാ ഡാം. ടിബറ്റിൽ യാർലങ് സാങ്പോ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് ഒഴുകിത്തുടങ്ങുന്ന ഈ നദി വെറും 50 കിലോമീറ്റർ ദൂരം എത്തുമ്പോഴേക്കും ഏകദേശം 2000 മീറ്ററോളം താഴേക്കാണ് പതിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി എഞ്ചിനീയർമാർ ഇത് നോക്കി നിൽക്കുകയാണ്. അവിടെ വലിയൊരു ഇലക്ട്രിസിറ്റി പവർ സോഴ്സ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം അവിടുത്തെ ഭൂപ്രകൃതി അത്ര കഠിനമാണ്. പക്ഷേ ചൈന ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 2025 ജൂലൈയിൽ മേഡോങ് ഹൈഡ്രോ പവർ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന യാർലങ് സാങ്പോ മെഗാ ഡാമിന്റെ പണി അവർ ഔദ്യോഗികമായി തുടങ്ങി. ഇതിന്റെ മൊത്തം ചിലവ് വരുന്നത് ഏകദേശം $167 ബില്യൺ. അതായത് 16 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരുന്നത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ഉണ്ടാക്കുന്ന പ്രൊജക്ടുകളിൽ ഒന്നാണിത്. പക്ഷേ ഇതിന്റെ ശരിക്കുമുള്ള വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കറണ്ടിന്റെ അളവ് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പണി പൂർണ്ണമായി തീരുമ്പോൾ ഈ ഡാം വഴി ഓരോ വർഷവും 300 ടെറാവാട്ട് കറണ്ടാണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചൈനയിലെ ആ ഒരൊറ്റ മെഗാ ഡാം വെറും ഒരു വർഷം കൊണ്ടുണ്ടാക്കുന്ന കറണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്